മഴക്കാലം എത്തിയതോടെ കേരളത്തിലെ റോഡുകൾ തോടുകളായി. സംസ്ഥാനത്തെ റോഡുകളുടെ അവസ്ഥയെക്കുറിച്ചറിയാൻ മനോരമ ന്യൂസ് റിപ്പോർട്ടർമാർ ഒരു യാത്ര നടത്തുകയാണ്. ഈ കുഴിയും കടന്ന് കേരളത്തിന്റെ അതിർത്തി കടന്നെത്തുന്ന ഉപ്പളയിലെ ദേശീയപാതയിൽ റോഡ് കണി കാണാനേയില്ല. 12 കിലോമീറ്റർ ദൂരം കടന്നു പോകാൻ 2 മണിക്കൂറിലധികം സമയമാണ് വാഹനങ്ങൾ എടുക്കുന്നത്. മനോരമ ന്യൂസ് സംഘം ഈ കുഴികളും കടന്നാണ് കാസർഗോഡ് എത്തിയത്. അങ്ങനെ കർണാടകത്തിന്റെ അതിർത്തി കടക്കുകയാണ് നാം. നല്ല റോഡിൽ നിന്ന് ദുരിതം പേറുന്ന ദൈവത്തിന്റെ സ്വന്തം നാട്ടിലേക്കുള്ള യാത്ര ഇവർ തുടങ്ങും. ഒരു ദേശത്തിന് തന്നെ നാണക്കേടുണ്ടാക്കുന്ന ദേശീയപാത, കേരളത്തിൽ നിന്ന് ബോംബെ വരെ നീളുന്ന റോഡ്. മുന്നിലുള്ളത് റോഡല്ലെന്ന് ആരും ഒറ്റ നോട്ടത്തിൽ തന്നെ പറയും. അപകടങ്ങളുമായി കാത്തിരിക്കുന്ന ഈ കുഴികളാൽ സമൃദ്ധമാണ് ദേശീയപാതയിലെ ഉപ്പള മുതൽ കുമ്പള വരെ 12 കിലോമീറ്റർ ദൂരം. സംസ്ഥാനത്തിന്റെ അറ്റമായതുകൊണ്ട് ജനപ്രതിനിധികൾക്കും വലിയ താല്പര്യമില്ല. പക്ഷേ കേരളത്തിലേക്ക് ഭക്ഷ്യവിഭവങ്ങളടക്കം ലോറി മാർഗം എത്തുന്നത് ഈ വഴിയിലൂടെ. മണിക്കൂറിൽ 200-ലധികം ലോറികൾ ഈ കുഴിയിലൂടെ നീന്തിക്കയറും. ചിലത് ഇടയിൽ പൊടുന്നു. അപ്പോൾ ദേശീയപാതയിൽ യാത്ര തടസ്സപ്പെടും. ഈ റോഡിൽ ഏറെ കഷ്ടപ്പെടുന്നതും ചരക്കുമായെത്തുന്ന ലോറി ഡ്രൈവർമാർക്കല്ലേ. എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട്? ഇതുപോലെ ബുദ്ധിമുട്ട് മറ്റൊരു സംസ്ഥാനങ്ങൾക്കുമില്ല. കാരണം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് നമ്മൾ കേരളത്തിൽ വണ്ടി ഓടിക്കുന്ന കാര്യമാണ്. കാരണം ഞങ്ങൾ ഇന്ത്യ മഹാരാജ് എല്ലാ സ്ഥലത്തും പോകുന്ന ഡ്രൈവറാണ്. കാരണം ഇവിടുത്തെ റോഡിന്റെ അവസ്ഥയാണ്. എന്തുകൊണ്ട് ഇങ്ങനെ റോഡ് ഇത്രയും അവസ്ഥ ആകുന്നു എന്നുള്ള കാര്യത്തെപ്പറ്റി നമുക്ക് പറയാൻ പറ്റില്ല. 25-ലധികം ആശുപത്രികളുള്ള മംഗലാപുരത്തെത്തുമ്പോഴേക്കും രോഗി മരിക്കുന്നതും ഇവിടെ പതിവ് സംഭവം. ദിനംപ്രതി 100-ലേറെ ആംബുലൻസുകളും കടന്നു പോകുന്നത് ഇതുവഴി. തലസ്ഥാനത്തിരുന്ന് ഭരണചക്രം തിരിക്കുന്ന മന്ത്രിമാർക്ക് കാണാൻ ഈ ദുരിത കാഴ്ചകൾ സവിനയം സമർപ്പിച്ചുകൊണ്ട് ഈ കുഴിയും കടന്ന് അടുത്ത കുഴിയിലേക്ക് ക്യാമറമാൻ ടി സംഗീതിനൊപ്പം അഭിലാഷ് പിച്ചോൺ, മനോരമ ന്യൂസ്.